പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച സെൽഫി പോയിന്റുകൾ രാജ്യമെമ്പാടും ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എന്ന നിലപാടും എന്ന പ്രവണതയും ബി.ജെ.പിക്കുമുണ്ട്. ആ പ്രവണത വെച്ച് പുലർത്തുന്നത് അദ്ദേഹം വരുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി എന്നല്ല പറഞ്ഞത്, മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. അത് ഒരാൾക്കൂട്ടത്തെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കുമ്പോൾ അതിലും ഉണ്ടാകുന്നത് ഒരു വ്യക്തിപരമായ ഇടപെടലാണ്. അത്തരം വ്യക്തിപരമായ ഇടപെടലുകൾ, അത്തരം വ്യക്തിപരമായ പ്രവണതകൾ ഒക്കെ വെച്ചു പുലർത്തുന്ന ബി.ജെ.പിക്ക് എങ്ങനെയാണ് CPM ഇങ്ങനെ ചെയ്യുന്നു, പിണറായി വിജയനിലേക്ക് ഒതുങ്ങുന്നു എന്ന വിമർശനം ഉന്നയിക്കാൻ കഴിയുക, അതിന്റെ ധാർമ്മിക അടിത്തറ കണ്ടെത്താൻ കഴിയുക? അതിന്റെ അടിത്തറ എന്താണെന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. നോക്കൂ, BJP നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനാൽ നയിക്കപ്പെടുന്ന പാർട്ടി തന്നെയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, BJPയുടെ താരമുഖമാണ്. നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവത്തിൽ തന്നെയാണ് BJP ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയായിട്ട് വളർന്നിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെ നിഷേധിക്കുന്ന യാതൊരു സമീപനവും BJPക്ക് ഒരു കാലത്തും ഉണ്ടാവുകയില്ല. നേരെ തിരിച്ച് ഇതേ ന്യായം CPM-ന് ബാധകമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ BJPയുടെ അതേ ശൈലിയും BJPയുടെ അതേ സംഘടനാ തത്വങ്ങളും പിന്തുടരുന്ന BJPയെ പോലൊരു പാർട്ടിയാണ് ഞങ്ങൾ എന്ന് CPM സംബന്ധിച്ച് നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതൊന്നും അല്ലാത്ത വേറൊരു സാധനമാണെന്ന് പറയുകയും പക്ഷേ ഇതിനോട് യാതൊരു താരതമ്യത്തിനും സാധ്യതയില്ലാത്ത തരത്തിലുള്ള അപഹാസ്യമായിട്ടുള്ള വാഴ്ത്തുപാട്ടുകൾ നിങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് ഈ താരതമ്യം എന്ന് പറയുന്ന സാധനത്തിനോട് സാമാന്യ യുക്തി വേണം. എന്താണ് തരാതമ സാമ്യമാണ് താരതമ്യം എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും വേർതിരിക്കുകയാണ് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ. അതായത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമുള്ള ഈ മഹാരാജ്യത്തിലെ 17 സംസ്ഥാനങ്ങളിലും ഭരണം കൈയാളുന്ന BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരിനെയും നയിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെയും ഒരേ തരത്തിൽ താരതമ്യം ചെയ്യുന്നതിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള യുക്തി വൈകല്യം ഉണ്ട്. ഈ വ്യക്തികൾ എന്നുള്ള രീതിയിൽ തന്നെയും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ഏത് രീതിയിലുള്ള സ്തുതിക്കാണ് അർഹതയുള്ളതെന്നൊക്കെ, ഇത് ഒരാൾ ആനപ്പുറത്ത് പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആട്ടിൻപുറത്ത് പോകുന്നത് ന്യായമാണെന്ന് പറയരുത്, അത് ആനയാണ് ഇത് ആടാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. ഈ രണ്ട് സംഘടനകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. BJP ഒരു പ്രസിഡന്റോറിയൽ പാർട്ടിയാണ്. അത് പ്രസിഡന്റോറിയൽ പാർട്ടികളും സെക്രട്ടോറിയൽ പാർട്ടികളും തമ്മിൽ അതിന്റെ സംഘടനാ സംവിധാനത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തിയാൽ നയിക്കപ്പെടുന്ന പാർട്ടികളാണ് പ്രസിഡന്റോറിയൽ പാർട്ടികൾ. നേരെ തിരിച്ച് സെക്രട്ടോറിയൽ പാർട്ടി എന്ന് പറയുന്നത് സംഘടന തന്നെയാണ് അവിടുത്തെ നായകസ്ഥാനം വഹിക്കുന്നത്. ഒരു പ്രത്യേക വ്യക്തിയല്ല, ആ ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ്. നോക്കൂ, അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അങ്ങ് ഇവിടെ വ്യക്തി ആരാധനയ്ക്കെതിരെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ആദ്യത്തെ 5 മിനിറ്റ് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ട് പാടിയിട്ട് ഞാനും ഈ ലീഗിലുള്ള ഒരു കമ്പീറ്റന്റ് ആണ്, പിണറായി വിജയനെ വാഴ്ത്തുന്നതിൽ ഞാനും ഒട്ടും പുറകിലല്ല, എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ എന്ന മട്ടിൽ അങ്ങ് ആദ്യം ഒരു 5 മിനിറ്റ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടാണ് അങ്ങ് തുടങ്ങിയത്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വാസവൻ പറഞ്ഞത് മാർ ക്രിസ്റ്റോറ്റത്തെ ഇതാക്കുകയാണെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പാദസ്പർശം പതിയാൻ പുണ്യം കിട്ടിയിട്ടുള്ള മൈതാനമാണിത് എന്ന് പറഞ്ഞത് ഏത് ബിഷപ്പിനെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത്? അതേപോലെ അങ്ങ് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് എൻ്റെ മര്യാദയല്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടാത്തത്, അത് തിരിച്ചും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ സ്തുതികൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, P. ജയരാജൻ ഇവർ എഴുതിയിട്ടുള്ള വാഴ്ത്തുപാട്ട് കുറെ കൂടി ന്യായമായിട്ടുള്ളൊരു വാഴ്ത്തുപാട്ട്, എന്തോ അത്യാവശ്യം അതിലൊരു ന്യായമായിട്ടുള്ള സാഹിത്യമോ കേട്ടിരിക്കാനുള്ളൊരു സൗകുമാര്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ട്രോളാണോ അതോ സ്തുതിയാണോ എന്ന് മനസ്സിലാവാത്തത് പോലെയുള്ള അതിഭാവുകത്വങ്ങൾ കലർത്തിയിട്ടുള്ള തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, സ്വജനപക്ഷപാതികളിലെ വാദ്യാര്, ഭൂമിയിൽ മുളച്ച സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ ഒരു അതിഭാവുകത്വത്തോടുകൂടി ഒരു അതിമാനുഷനായിട്ട് അവതരിപ്പിക്കുന്ന, ദൈവതുല്യമായിട്ടുള്ള ഒരു പരിവേഷത്തിൽ ആരാധനാഭാവത്തോടു കൂടി സമീപിക്കുന്ന, ഇതിനെ തള്ളി പറയാൻ ഒരാൾക്കും ധൈര്യം വരാത്തൊരവസ്ഥ ഇത് വേറെ എവിടെയുള്ളത്? വേറൊരു പാർട്ടിയുടെ ഈ അവസ്ഥയില്ല. കഴിഞ്ഞ ദിവസം ഏതോ മാധ്യമം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ പുറത്തുള്ള ചില ആളുകളൊക്കെ ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പാർട്ടി ഇതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല, പാർട്ടി സെക്രട്ടറി ഒന്നും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുകയാണെങ്കിൽ ഇപ്പൊ തള്ളി പറയുന്നുള്ള മട്ടിലായിരുന്നു. പാർട്ടി സെക്രട്ടറി ഒന്ന് പ്രതികരിച്ചപ്പോൾ ഈ വാഴ്ത്തുപാട്ട് എഴുതിയിട്ടുള്ള ലിറിസിസ്റ്റിനേക്കാൾ വലിയ പിണറായി ഫാനായിട്ട് പിണറായി വിജയൻ അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപഗ്രഹ സംവിധാനങ്ങളായിട്ട് ഇപ്പൊ മാറിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പറയട്ടെ, നരേന്ദ്രമോദിയോട് ഇപ്പൊ റെയിൽവേയിലെ സെൽഫി പോയിന്റുകളെ പറ്റിയാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ചോദിക്കുന്നത് എനിക്കറിയായിരുന്നു. ഞാൻ പറയട്ടെ, ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അഭൂതപൂർവമായിട്ടുള്ള പരിണാമത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. ആ കാര്യം നിങ്ങൾ പരിഗണിക്കാറുണ്ടോ? നോക്കൂ, 2004 മുതൽ 2014 വരെ ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്ക് നിർമ്മാണം ഒരു ദിവസം 4 കിലോമീറ്റർ പെർ ഡേ എന്ന കണക്കിലായിരുന്നെങ്കിൽ 2014 മുതൽ 2023 വരെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അങ്ങ് നേരത്തെ പറഞ്ഞത് അദ്ദേഹം പിണറായി സ്തുതി നടത്തി പരിഗണിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ്. അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും പരിഗണിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ?
ഞാനൊരു കാര്യം പറയട്ടെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുടെ വ്യക്തിപ്രഭാവത്തെ ഞങ്ങൾ ഒരു കാലത്ത് നിഷേധിക്കുന്നില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വ്യക്തിപ്രഭാവത്തെ BJP അംഗീകരിച്ചുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കണമെന്നുള്ളതാണല്ലോ ഈ സെൽഫി പോയിന്റ് ഒക്കെ വെക്കുന്നത്. അത് ഖജനാവിൽ നിന്നെടുത്ത പൈസ കൊണ്ടല്ലേ? അപ്പൊ അത് കേന്ദ്ര സർക്കാരിന് അല്ലേ? എന്നെ ഒരു മറുപടി പറയാൻ അങ്ങ് അനുവദിക്കുക പൂർണ്ണമായിട്ടും. അതായത് ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് പ്രകാരം 76% അപ്രൂവൽ റേറ്റിംഗ് ഉള്ള ലോകത്ത് മുഴുവൻ സ്വീകാരനായിട്ടുള്ള നേതാവാണ് നരേന്ദ്രമോദിക്ക്. ആ രീതിയിലുള്ള ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഉദാഹരണത്തിന് നരേന്ദ്രമോദി 11ാമതായി. സാർ ഞാനൊന്ന് പറയട്ടെ, ഖാദി ബോർഡ് അവരുടെ കലണ്ടറിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചപ്പോൾ മോഡി ഗാന്ധി ആവാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞു, വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ ആ വർഷം ഖാദിയുടെ വിൽപ്പന 35% വർദ്ധിച്ചു. കേദാർനാഥിലെ രുദ്ര കേവിൽ മോഡി പോയിരുന്നപ്പോൾ സന്യാസിയാണോ എന്ന് കൊണ്ട് പരിഹസിച്ചു. പക്ഷേ പിന്നീട് അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലെ ബീച്ചിൽ നരേന്ദ്രമോദി പോയിരുന്നപ്പോൾ ഇതിനെ വല്ലാതെ പരിഹസിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗൂഗിളിലെ മോസ്റ്റ് സെർച്ച്ഡ് ഐറ്റം ലക്ഷദ്വീപാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ താരമൂല്യം എന്ന് പറയുന്നത്, വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്, അതിന് എന്താ ഫാക്ച്വൽ ആയിട്ടുള്ള പിന്തുണയുണ്ട്. നിങ്ങളിവിടെ പിണറായി വിജയൻ ഇരുന്ന ബസ് നിങ്ങൾ മ്യൂസിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആളുകൾ വന്ന് കാണുമെന്ന് പറയുന്നതല്ലാണ്ട് ഇത്തരത്തിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു പിന്തുണയും ഇതിനുള്ളതായി കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പിണറായി വിജയന്റെ ഒരു കിച്ചൺ കോട്ടറി മാത്രം ഇദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ആ രീതിയിലുള്ളൊരു നേതാവ് എന്നുള്ള രീതിയിലുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായതായി കാണുന്നില്ല. അതുകൊണ്ട് ഈ 2 താരതമ്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിലത്തെ ആദ്യത്തെ കാര്യം. ഇതിലെ വ്യക്തികൾ തമ്മിലുള്ള താരതമ്യം ശരിയല്ല, ഈ സംഘടനകൾ തമ്മിലുള്ള താരതമ്യം ശരിയല്ല, ഈ നിങ്ങൾ ഇന്ത്യയിൽ എത്ര ശതമാനം വോട്ടുള്ള പാർട്ടിയാണ്? നിങ്ങൾ പിണറായി വിജയൻ കാരണം പാർട്ടി ശോഭിക്കുന്നു ഇന്നീ പാർട്ടി ലോകം മുഴുവൻ ശോഭിച്ചിടാൻ കാരണഭൂതം പിണറായി വിജയൻ സഖാവ് തന്നെ എന്ന് പറഞ്ഞല്ലോ. ലോകം മുഴുവൻ ശോഭിക്കുന്ന വോട്ട് ഷെയർ ആണുള്ളത്. അധികാരത്തിലിരുന്നാൽ മാത്രമല്ല പാർട്ടി. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ, അല്ല, അപ്പോ അതിലൊരു പ്രശ്നമുണ്ടെന്നേ. അധികാരത്തിൽ ഇരുന്നാലല്ല പാർട്ടി എന്നങ്ങ് പറയുന്നത്, എനിക്ക് BJP ന്യായീകരിച്ചിട്ടൊന്നും കിട്ടാനില്ല. അധികാരത്തിൽ ഇരുന്നാലല്ല പാർട്ടി എന്ന് പറയുന്നത് തൊട്ടും അങ്ങ് പറഞ്ഞത് കേരളത്തിൽ വട്ടപൂജ്യമായത് അതുകൊണ്ടാണ് എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ.